ഹലോ ഫ്രണ്ട്സ്, പ്ലാനറ്റിന്റെ മറ്റൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇപ്രാവശ്യം നമ്മൾ നല്ല അടിപൊളിയായിട്ടുള്ള പീസ് ലില്ലി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ എപ്പോഴൊക്കെ സ്റ്റോക്ക് എടുത്താലും പെട്ടെന്ന് തന്നെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി പോകുന്ന ഒരു വെറൈറ്റിയാണ് ഈ പീസ് ലില്ലി എന്ന് പറയുന്നത്. അപ്പൊ ഇപ്രാവശ്യം വന്നിരിക്കുന്നത് ഒരുപാട് ഫ്ലവേഴ്സോട് കൂടിയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. നല്ല ബുഷി പോട്ടാണ്. അപ്പൊ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം കിട്ടാത്തവർക്ക്, സങ്കടപ്പെട്ടു പോയവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു റീസ്റ്റോക്ക് ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ ഇപ്രാവശ്യം വന്നിരിക്കുന്ന പ്ലാന്റ്സ് നല്ല ബുഷിയായിട്ട്, അതേപോലെ തന്നെ ഒരു പോട്ടിൽ തന്നെ ഒന്നിൽ കൂടുതൽ ഫ്ലവേഴ്സോട് കൂടി വന്നിട്ടുള്ള പ്ലാന്റ്സ് ആണ്. പ്രത്യേകിച്ച് ഇപ്പൊ പീസ് ലില്ലിയൊക്കെ ഒരുപാട് ഫ്ലവർ ഇടുന്ന ടൈമാണ്. എപ്പോഴും ഫ്ലവർ ഇടുന്നുണ്ടെങ്കിലും ചില കാലാവസ്ഥകളിൽ പീസ് ലില്ലി ഒരുപാട് പൂക്കൾ ഉണ്ടാവാറുണ്ട്. ഇപ്പൊ ഇപ്രാവശ്യം നന്നായിട്ട് പൂക്കുന്ന ഒരു ടൈമാണ്. അപ്പൊ അതുകൊണ്ടിട്ടായിരിക്കും ഇപ്രാവശ്യം വന്ന എല്ലാ പ്ലാന്റിലും ഒന്നിൽ കൂടുതൽ പൂക്കൾ വന്നിട്ടുണ്ട്. നമ്മൾ എപ്പോ സ്റ്റോക്ക് എടുത്താലും പെട്ടെന്ന് തന്നെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി പോകുന്ന വെറൈറ്റിയാണ്. കാരണം നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റാണ്, ഒരുപാട് ഫ്ലവേഴ്സ് കൂടിയിട്ടുള്ള പ്ലാന്റുമാണ്. ഇപ്രാവശ്യം വന്നിരിക്കുന്നത് അതേ ടൈപ്പാണ്. ഈ ഒരു ഹൈറ്റിലൊക്കെയാണ് കേട്ടോ പ്ലാന്റ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഹൈറ്റ് എങ്ങനെ കാണിച്ചു തരണമെന്ന് ഇങ്ങനെ ഞാൻ ചരിച്ച് കാണിച്ചു തരാം. ഈ ഒരു ഇത്രയും ഹൈറ്റിലാണ് പ്ലാന്റ് വന്നിരിക്കുന്നത്. അതേപോലെ എല്ലാ പ്ലാന്റ്സിലും നിങ്ങൾക്ക് വീഡിയോയിൽ നോക്കുമ്പോൾ തന്നെ കാണാം, എല്ലാ പ്ലാന്റ്സിലും നല്ല ഫ്ലവർ വന്നിട്ടുണ്ട്. ഒന്നിലും ചിലതൊക്കെ വിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്, വിരിയാറായിട്ടുള്ളതുകൊണ്ട് വീണ്ടും ഫ്ലവേഴ്സ് വരുന്നുണ്ട്. അങ്ങനത്തെയൊക്കെ രീതിയിലുള്ള പ്ലാന്റ്സ് ആണ്. ഒരു പോട്ടിൽ ഇത്രയും ഷൂട്ട്സ് ആണ് വരുന്നത് കേട്ടോ. നല്ല ബുഷി ആയിട്ടുള്ള പ്ലാന്റ് ആണ്. ഏകദേശം 10 കൂടുതൽ ഷൂട്ട്സ് തന്നെ ഈ ഒരു പ്ലാന്റിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യം വെയിറ്റും ഉണ്ട് കേട്ടോ ഈ പ്ലാന്റ്. ഒരുപാട് പേര് പീസ് ലില്ലി പോട്ടോട് കൂടി അയക്കാനായിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ പീസ് ലില്ലി പോട്ടോട് കൂടി അയച്ചു കൊടുക്കുന്നവർക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷെ പോട്ടോട് കൂടി അയക്കുമ്പോൾ ഒരു പ്രശ്നം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ പോട്ടിന്റെ എല്ലാത്തിന്റെയും കൂടെ വെയിറ്റ് ചേർത്തിട്ടായിരിക്കും നമുക്ക് കൊറിയർ ചാർജ് വരുന്നത്. പോട്ടിൽ നിന്ന് ഇളക്കിയിട്ടാകുമ്പോൾ നമുക്ക് കുറച്ച് മണ്ണൊക്കെ കളഞ്ഞ് കുറച്ച് വെയിറ്റ് ഒക്കെ റെഡ്യൂസ് ചെയ്തിട്ട് ആ സൈസൊക്കെ കുറച്ചൊന്ന് പാക്ക് ചെയ്യാനായിട്ട് പറ്റും. പോട്ടോട് കൂടി ആകുമ്പോൾ ബോക്സിന്റെ വലുപ്പവും കൂടും. അപ്പൊ കൊറിയർ ചാർജ് അതിനനുസരിച്ച് വ്യത്യാസവും വരും. അപ്പൊ എങ്ങനെയാണോ വേണ്ടത് അതുപോലെ നമ്മൾ അയച്ചു കൊടുക്കും. അപ്പൊ ഈ പീസ് ലില്ലിയുടെ റേറ്റ് നമുക്ക് വരുന്നത് 325 രൂപയാണ് കേട്ടോ. ഈ ഫുൾ പോട്ടിന്റെ റേറ്റ് വരുന്നത്. പീസ് ലില്ലിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് വീടിനുള്ളിൽ വളരെ എളുപ്പത്തിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ്. ഒരു ഫ്ലവറിംഗ് പ്ലാന്റ് കൂടെയാണ് പീസ് ലില്ലി. നല്ലൊരു ബെസ്റ്റ് എയർ പ്യൂരിഫൈങ് പ്ലാന്റ് ആണ്. ഇപ്പൊ നമ്മുടെ വീടിനുള്ളിലൊക്കെ ഈ ഒരു പ്ലാന്റ് തന്നെ മതിയാവും. നമുക്ക് വീട്ടിൽ ഒരു പോസിറ്റീവ് എനർജി കൊണ്ടുവരാനൊക്കെ പറ്റും. നമ്മുടെ വീട്ടിൽ മാത്രമല്ല, ഇപ്പൊ ഓഫീസിലോ അതേപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ഗിഫ്റ്റ് ചെയ്യാനൊക്കെ പറ്റിയ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഈ പീസ് ലില്ലി. ഇതാണ് ഒരു അടുത്തൊരു പ്ലാന്റ്. ഇതിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ പുതിയ മൊട്ട് വരുന്നതാണ്. ഓൾറെഡി ഇതിൽ 2 പൂക്കളുണ്ട്. വേറൊരു പൂവും കൂടെ വരുന്നുണ്ട്. അങ്ങനത്തെ ഒരു ടൈപ്പ്. ഇത് നല്ല ബുഷി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഇപ്രാവശ്യം വന്നിരിക്കുന്നത്. നമുക്ക് ഇപ്രാവശ്യം വന്നിരിക്കുന്നത് ലിമിറ്റഡ് ക്വാണ്ടിറ്റി ആണ്. പിന്നെ ഇതിന്റെ കൂട്ടത്തിൽ നമുക്ക് 2-3 ഹൈബ്രിഡ് വെറൈറ്റിയും കൂടെ വന്നിട്ടുണ്ട്. അത് 2-3 പീസ് ഇതിന്റെ കൂട്ടത്തിൽ കയറി വന്നത് കൊണ്ടിട്ടാണ് നമ്മൾ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത്. ഹൈബ്രിഡ് വെറൈറ്റി ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് ഇട്ടാൽ മതി. നമ്മൾ പ്ലാന്റിന്റെ സൈസും ഫോട്ടോയും ഒക്കെ ഇട്ട് തരുന്നതായിരിക്കും. അതിന്റെ റേറ്റ് വരുന്നത് 350 രൂപയാണ് കേട്ടോ. അപ്പൊ ഈ പീസിലിയുടെ റേറ്റ് നമുക്ക് വരുന്നത് 325 രൂപയാണ്. അപ്പൊ പ്ലാന്റ് വേണ്ടവർ നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് പ്ലാന്റ്സ് ഓർഡർ ചെയ്യുക. ഒരുപാട് പേര് ഈ നമ്പറിൽ വിളിക്കുന്നുണ്ട്. അപ്പോൾ ദയവ് ചെയ്ത് ആരും വിളിക്കാതിരിക്കുക. ഈ നമ്പറിൽ മെസ്സേജ് അയക്കുക. നമ്മൾ ലേറ്റ് ആയിട്ടാണെങ്കിൽ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അത് വോയിസ് മെസ്സേജ് ആയിട്ടോ എന്ത് വേണമെങ്കിലും ഇട്ടിരിക്കാവുന്നതാണ്. നമ്മൾ കാണുമ്പോൾ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. നമുക്ക് 2 കൊറിയർ ഫെസിലിറ്റി ആണുള്ളത്, DTDCയും പ്രൊഫഷണൽ കൊറിയറും. അപ്പൊ പോട്ടോട് കൂടിയാണെങ്കിൽ അങ്ങനെ, അല്ലാതെ ആണെങ്കിൽ അങ്ങനെ, എങ്ങനെ വേണമെങ്കിലും അയച്ചു തരുന്നതായിരിക്കും സേഫ് ആയിട്ട്. അതുകൊണ്ടിട്ട് വേണ്ടവർ നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് പ്ലാൻസ് കളക്ട് ചെയ്തോളൂ. അപ്പൊ ഇന്നത്തെ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമ്മുടെ ചാനൽ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതുപോലുള്ള പ്ലാൻ റിലേറ്റഡ് വീഡിയോസിനായി നമ്മുടെ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.